ഹലോ ഗൈസ്, ഞങ്ങൾ ഇന്നൊരു സ്ഥലം വരെ പോവാണ്. അപ്പോൾ ഇന്ന് എവിടേക്കാ പോണ് എന്താന്നൊക്കെ ഉള്ളത് ഞങ്ങൾ വഴി അങ്ങനെ പറയാം. ഞങ്ങൾ രാവിലെ 3 മണിക്ക് എണീറ്റപ്പോൾ ഉള്ള അടിപൊളി കാലാവസ്ഥ. പെരും മഴയുണ്ട്, ചെറിയൊരു മിന്നലുണ്ട്. വളരെ അഗാധമായ ചർച്ചയ്ക്ക് ശേഷം ഞങ്ങൾ കിടന്നപ്പോൾ തന്നെ നല്ല നേരം വൈകിയിരുന്നു കേട്ടോ. നല്ല നേരം വൈകിയിരുന്നു. അപ്പോൾ ആർക്കും ഇപ്പം നീക്കാനും മടി. നമുക്ക് പോകണ്ട കേട്ടാ, നീക്കൂ. ഡ്രൈവർ നല്ല ഉറക്കമാണ്. അവന് നിങ്ങളൊക്കെ റെഡി ആയതിന് ശേഷം ഞാൻ നീക്കണുള്ളൂ എന്നിട്ട് അവിടെ കിടക്കുകയാണ്. റെഡിയായോ? 3 മണിക്ക് നീച്ചിട്ട് 4:30 ആയപ്പോഴത്തേനും റെഡിയായോ? പോവാതെ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അവരവിടെ ഉറങ്ങുന്നുണ്ട്. അപ്പോൾ എല്ലാ ലൈറ്റും കൂടി ഇട്ട് അവർക്ക് അടിയും കിട്ടും, ആ ഒരു പേടിയുണ്ട്. അങ്ങനെ ഞങ്ങൾ ലൈറ്റൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് ഞങ്ങളെ മാറ്റിലൊക്കെ കഴിഞ്ഞ് നമ്മൾ പോവാൻ നിൽക്കുകയാണ്. പോകല്ലേ ബാബാ? ഉണ്ടോ ഉണ്ടോ? എവിടേക്കാ പോണേ ഐസി? എവിടേക്കാ പോണേ? ടൂറോ? എടുക്കണേ? കുട്ടികൾക്കൊന്നും ഡ്രസ്സ് മാറ്റി കൊടുത്തില്ല കേട്ടോ. അവർ ഇനി ഉറങ്ങല്ലായിരിക്കും വിചാരിച്ചിട്ട് പിന്നെ ഇറങ്ങുമ്പോൾ നമുക്ക് മാറ്റാൻ വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ എടുത്തിട്ട് പോയി. കഴിച്ചിട്ട് ഇറങ്ങാല്ല. അപ്പം അല്ല, മഴ തോർന്നിട്ട് ഇറങ്ങലുണ്ടാവില്ല. ഡ്രൈവർ അതാ മണ്ടണു. കറണ്ട് പോയി ഗൈസ് ഞങ്ങൾ പോവാൻ നിൽക്കുന്ന ടൈമിൽ. ഇവിടെ മഴയില്ല ഗൈസ്, ഞങ്ങളവിടെ നല്ല മഴയായിരുന്നു. എങ്ങനെ പാട്ട് കോപ്പിറൈറ്റ് അടിച്ചിട്ടുണ്ടോ? അക്ക മ്യൂട്ട് ചെയ്യണ്ടേ? ഈ ഷോട്ട് മാത്രം എടുത്തിട്ടാലേ ആദ്യം അല്ല, എന്നിട്ട് പാട്ടിന് കോപ്പിറൈറ്റ് ഉണ്ടെങ്കിൽ ഇത് കുറച്ച് ലോങ് വീഡിയോ ആണ് കേട്ടോ. മാക്സിമം ഞാൻ വെട്ടിക്കുറച്ചിട്ട് തന്നെ ഇതിൽ ഇട്ടിരിക്കണത്. എന്നാലും അത്യാവശ്യം ലെങ്ത്ത് ഉണ്ട് ഇത്. അപ്പോൾ കാണാൻ പറ്റുന്നവരൊക്കെ ഒന്ന് മുഴുവൻ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ കണ്ടതൊക്കെ ഏകദേശം അതുപോലെ തന്നെ ഇതിൽ ആഡ് ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞങ്ങൾ കസിൻ എല്ലാവരും കൂടിയാണ് കേട്ടോ യാത്ര പോണത്. അപ്പോൾ ഒരു വണ്ടി നമ്മൾ റെൻ്റ് എടുത്തിരിക്കുമായിരുന്നു. നമ്മളങ്ങനെ എണ്ണയൊക്കെ അടിച്ച് അങ്ങനെ വീണ്ടും യാത്ര തുടർന്നു. പുലർച്ചെ ആയതുകൊണ്ട് വണ്ടി തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പുലർച്ചെയും രാത്രിയൊക്കെ പോകുമ്പോൾ അങ്ങനെ കുറേ ഉപകാരങ്ങളുണ്ട്. പക്ഷേ ഉറങ്ങാതെ ശ്രദ്ധിക്കണം, ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ പെടും ചെയ്യും. തമിഴ്നാട് പൊള്ളാച്ചിയിലുള്ള വാൽപ്പാറ പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ ഗൂഗിൾ അമ്മായിനോടൊക്കെ ചോദിച്ച് ഞങ്ങൾ പോവുകയാണ്. ആർക്കും കറക്റ്റ് റൂട്ടൊന്നും അറിയില്ല. ഫസ്റ്റ് ഒന്ന് വിശ്രമത്തിനല്ലാത്ത എന്തിനാണ് ചെറിയ സാധ്യത ഇല്ലത്രേ വഷളായി ചെറുതായി ഒന്നിറങ്ങാൻ വിചാരിച്ചതാ. എന്താ കാര്യം? എന്താണ് രണ്ടിലോ വാങ്ങിക്കൊണ്ട് പോയിക്കോ. പച്ചക്കറിക്ക് നല്ല വിലക്കുറവാണെന്നാണ് കേട്ടോ പറയണത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് വിശ്രമത്തിനായിട്ട് നിർത്തിയതായിരുന്നു കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി മുഖമൊന്ന് കഴുകിയിട്ട് വീണ്ടും കയറി വീണ്ടും യാത്ര തുടർന്നു. അല്ലടി, ഇതെന്തോ പാർക്ക് തന്നെ സംഭവം കേട്ടോ. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റൂ?
ഇവിടെയൊക്കെ വില ഉണ്ടാവും കേട്ടോ. ഇവിടെയൊക്കെ റേറ്റ് കൂടുതലൊക്കെ. അങ്ങനെ ഞങ്ങൾ ഒരു ഹോട്ടലിൽ കണ്ടപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തി കേട്ടോ. അപ്പോൾ അവിടെ പൈപ്പിൽ വെള്ളമൊന്നുമില്ല, ഇങ്ങനെ ഗ്ലാസ് കൊണ്ടൊക്കെയുള്ള, ഇവിടെ വെള്ളത്തിന് ക്ഷാമമായതുകൊണ്ടാണ് തോന്നണം. അങ്ങനെയൊക്കെയാണ്. എന്തായാലും ഞങ്ങളങ്ങനെ അവിടെ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. എന്താ പറഞ്ഞത് നമ്മൾ? മസാല ദോശയും നെയ് റോസ്റ്റും അല്ലേ? സെൽഫ് സർവീസ് ആണല്ലേ? കട അല്ലേ? കടയൊക്കെ സ്റ്റാഫില്ല. ഫുഡ് സൂപ്പറല്ലേ? എന്ത് ഒന്നും വേണ്ട. രസമുണ്ട് സംഭവം. ഫുഡ് സൂപ്പറാ അല്ലേ? ഇരിക്കാൻ ആളില്ല, അവർക്ക് സ്റ്റാഫ് കുറവാണ്. ഈ പെരുന്നാളിൻ്റെ ഒരു സീസൺ ആവുക കാരണം അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ ഹോട്ടലിൽ. ഫുഡും അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു, പക്ഷെ സ്റ്റാഫ് ഉണ്ടായിരുന്നില്ല. സ്റ്റാഫ് കുറവാണ്. അപ്പോൾ എടുത്തു തരാനും സാധനം കിട്ടാനൊക്കെ കുറച്ച് വൈകി. പിന്നെ നെയ് റോസ്റ്റിനും 70, പിന്നെ മസാല ദോശക്കും 70 കേട്ടോ. പക്ഷേ മസാല ദോശ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ. പിന്നെ വീണ്ടും നമ്മളങ്ങനെ യാത്ര തുടർന്നു. നന്നായി. അവിടെ ഒരു ഡാമുണ്ട് കേട്ടോ. അതിൻ്റെ മുന്നിലായിട്ട് തന്നെയാണ് ഞങ്ങൾ വണ്ടി നിർത്തിയിരുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മളവിടെ കയറി കയറണപ്പോൾ ഇപ്പോൾ അവിടെ കയറേണ്ട, അപ്പോൾ ഇവിടെയും കൂടിയും കയറിയിട്ട് അങ്ങനെ പോകുമ്പോൾ നല്ല വഴുകും അവിടെ എത്താൻ പറഞ്ഞിട്ട് നേരെ പോയി. അപ്പോൾ വരുമ്പോൾ ഇവിടെ കയറാറിനപ്പോൾ വരുമ്പോൾ ഇതിലെല്ലാം വരിക എന്ന് പറയുന്നവർ. പിന്നെ ചെക്ക് പോസ്റ്റ് എത്തി. അപ്പോൾ അവിടെ നമുക്കെന്തോ പാസ്സൊക്കെ എടുക്കണം, അതിന് വേണ്ടിയിട്ട് കുറച്ച് വെയിറ്റ് ചെയ്തു കേട്ടോ. അടിപൊളി. വേറെ വഴിയുണ്ടോ? നമ്മള് ഫസ്റ്റ് കണ്ടില്ലേ? ചെറിയൊരു കുഞ്ഞിടാവും. എല്ലാരും പൊന്തിക്കോ. കാട്ടുകുറുക്കന്റെ കല്യാണം കഥ ബാണം 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 ബാണം. വെയിലുണ്ട് മഴയുണ്ട്. മങ്കി 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 അവിടത്തേക്ക് വാങ്ങിട്ടാ പറഞ്ഞില്ലേ? അങ്ങനെ അടിപൊളി നല്ലൊരു സ്പോട്ട് ഉണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ ഫോട്ടോ എടുക്കാനായിട്ട് നിർത്തിയിട്ടോ. അങ്ങനെ ഫോട്ടോ എടുത്ത് അങ്ങനെ എല്ലാവരും കൂടി ഫോട്ടോ ഒക്കെ എടുത്ത് സെറ്റായിട്ട് ആ വടയൊക്കെ ഒന്ന് ആസ്വദിച്ച് മെല്ലെ വീണ്ടും വണ്ടി കയറി. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണല്ലേ? സംഭവം സൂപ്പറായില്ലേ? ഉമേറ ഉറങ്ങിയാലും അല്ലേ മേറെ? നല്ല ഭംഗിയുള്ള മഞ്ഞപ്പൂക്കളുണ്ട് അവിടെ. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? നിങ്ങൾ കാണുന്നുണ്ടോ? അങ്ങനെ നമ്മൾ അവിടുന്ന് പോകുന്നു.
പക്ഷെ ഒരു ഫോൺ നല്ല രസമുള്ള സ്ഥലങ്ങളാണ് കേട്ടോ കാണാൻ ഫുള്ള്. അപ്പോൾ നല്ല കാപ്പിത്തോട്ടങ്ങളും അതും ഇതൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് സംഭവം കാണാൻ. ഓരോ സ്ഥലം കാണുമ്പോഴും നല്ല രസമുണ്ട് തോന്നും. അപ്പോൾ കുറച്ചും കൂടി അപ്പുറത്ത് പോയാൽ അതിനേക്കായും രസമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതിനേക്കായും രസമുള്ളൊരു സ്ഥലം കണ്ടപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വെച്ചിട്ട് ഇറങ്ങി. ഇവിടെ ഒരു ചെറിയൊരു ചായക്കടയും അങ്ങനെയൊക്കെ ഉണ്ട്. നല്ല സ്ഥലവും അടിപൊളിയാണ്. ചായ കുടിക്കാൻ ഇറങ്ങിക്കാണ്. ഇവിടെ ഒരു ചെറിയൊരു ചായക്കട ഉണ്ട് സാർ. ഇവിടുത്തെ വ്യൂ ഒന്നും പറയാനില്ല ഡിയേഴ്സ്. അടിപൊളി വ്യൂ ആണ്. എത്രത്തോളം ഇതിൽ കിട്ടുന്നുണ്ട് എന്ന് എനിക്കറിയില്ല, പക്ഷെ അടിപൊളിയാണ് ഇവിടുത്തെ വ്യൂ. അങ്ങോട്ട് നോക്കിയാൽ മതി. ആ മുല്ലിന്റെ കണ്ണട എടുക്കണേ. ശരി, ടൂർ പോകുന്നതിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണല്ലോ ഫോട്ടോ എടുക്കൽ എന്നുള്ളത്. ആ ഒരു കർത്തവ്യം കൂടി ഇവിടെ നടക്കുന്നുണ്ട്. വീഡിയോയിലിടാൻ പറ്റുമോ? ഇതിട്ടാ കട കണ്ണിങ്ങനെ പൊത്തിക്കോ. അടിപൊളി വൈബ് സ്ഥലം. ചായ കുടിച്ചിരിക്കാൻ പറ്റിയൊരു സ്പോട്ടില്ലേ, അടിപൊളി സ്പോട്ട്. ഫോട്ടോ എടുക്കണൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പറയാം, ബൈക്ക് ഇവിടെ തന്നെ പണി, എപ്പോഴും ഫോട്ടോ എടുക്കുക അങ്ങനെ തോന്നിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞാൽ റീച്ച് കൂടുക. ഉണങ്ങിക്കഴിഞ്ഞ തേയിലത്തോട്ടങ്ങളും അത് രസായില്ലേ. അടിപൊളി കംപ്ലൈന്റ് കൊടുത്താൽ മതി. വാൽപ്പാറയിൽ സംഭവിച്ചത് എന്തെന്ന് നോക്കൂ. മതി നെയ്യാനെ മതി കണ്ടുകണോ. റിദ ഫാത്തിമ നല്ലോണം ഛർദിച്ചു. പിന്നെ റുസ്ഫിദ ഉമേറും നല്ലോണം ഛർദിച്ചു. ഒക്കെ ഇത് ഛർദി തന്നെ പറയാ. ചെറുപ്പത്തിലൊരു വിസിൽ വീഴുന്നില്ല, ഞാൻ മനസ്സിൽ തരുമല്ല. നല്ല വ്യൂ നോക്കട്ടെ. കംപ്ലൈന്റ് എടുക്കണോ? ഇനിയിപ്പോ എത്ര 140 കിലോമീറ്റർ അങ്ങോട്ട് പോയി ഒന്നുമില്ല ഇതിലില്ല, ഒന്നിലില്ല. കമ്പനി ഉണ്ടാവില്ലേ? ആ നഷ്ടപരിഹാരം ഒരു ചങ്ങായിക്ക് 36,000 രൂപ കിട്ടി. വീഡിയോ ഉണ്ട് മാളെ. എന്താണ് മാതിരി ഇംബാക്സിന്റെ ഇതിന് കിട്ടും. എന്റെ ഒരു കൊല്ലായിട്ടില്ല, 5 വട്ടം ഇപ്പൊ പറഞ്ഞേക്കാണ് സർവീസ് വേണ്ട, സാധനം മാറ്റുന്ന അങ്ങനത്തെ ഓപ്ഷൻ ഇല്ല. സർവീസ് ഇരിഞ്ഞു കേടരുന്നില്ലേ. അങ്ങനെ ഒരു വിശ്രമത്തിന് ശേഷം വീണ്ടും യാത്ര തുടർന്നു. ഇനി സ്വപ്നങ്ങളിൽ മാത്രം. സൂം ചെയ്തിട്ട് അവസാനം പറയത്രേ ഇത് സ്വിച്ച് ഇട്ടിട്ടില്ല ഇതിൻ്റെ. അതെ, മെയിൻ റോഡ് വാൽപ്പാറ.
അവിടേക്ക് എവിടേക്ക് ഓലൊക്കെ എല്ലാവരും ഇറങ്ങി ഗൈസ്. ക്ഷീണിച്ച് കാരണം ഞാൻ ഇറങ്ങിയില്ല, ഞാൻ ഇവിടെ ഇരുന്നു. ഐജിയുടെ എന്താ ലെവല് ഷിയാബേ? രസമുണ്ടോ? നല്ല സ്മെല്ലുണ്ട്. കൊച്ചെത്തിയോ മറ്റോ പറയണ പോലെ? പോത്തുണ്ടാവും നമ്മളോട് മാറിക്കോറില്ലേ? അപ്പൊ ഇത് തന്നൂല. അത് പിന്നെ കുടുംബക്കാരെ കാണുമ്പോ എനിക്ക് കുറച്ച് ഉങ്ക് കൂടുതലാണ്. ഓളും ഓനൊന്നും ഇല്ല ഇതിൽ. ഇതൊരു വർഗാണ് മന്തുകളെ. തമിഴ്നാട്ടില് കോയമ്പത്തൂർ ജില്ലയിലെ ഒരു താലൂക്കുമാണ്. പിന്നെ അതുപോലെ ഒരു ഹിൽ സ്റ്റേഷനുമാണ് കേട്ടോ ഈ വാൽപ്പാറ എന്ന് പറയുന്ന പ്രദേശം. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം ഒരു 3500 അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യണത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ 40 ഹെയർ പിൻ വളവുകളുണ്ട് കേട്ടോ. അത് ഓരോന്ന് കയറുമ്പോഴും വരും, ഓരോന്ന് ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു. അനിയത്തിയുടെ മോൻ അത് തന്നെയായിരുന്നൊരു പണി. എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ എത്ര വളവായി എത്ര ഇതായി എന്നുള്ളത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് അവനിങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ചുരമൊക്കെ കയറിയിട്ട് ക്ഷീണിക്കുന്നവരൊക്കെ നല്ലോണം ക്ഷീണിക്കും, കാരണം അത്രത്തോളം ഓടാനുണ്ട് ഇവിടേക്ക്. പിന്നെ നമ്മൾ ക്ഷീണിക്കും, നമ്മൾക്ക് ഉഷാറില്ല, അങ്ങനെയൊന്നും പോയാൽ നമ്മൾ ഭയങ്കരമായിട്ട് ഡൗൺ ആവും എന്നൊക്കെ വിചാരിച്ചിരുന്നത് നമ്മൾ ഈ ലോകത്ത് എവിടെയും കാണലുണ്ടാവില്ല. അതങ്ങനെ അങ്ങ് ശീലമാകുമ്പോൾ റെഡി ആയിക്കോളും വിചാരിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് ഇറങ്ങണം, അപ്പോഴേ സെറ്റാവുള്ളൂ. ഇതാ അവിടെ ഇരിക്കണ അനിയത്തിയുടെ ഭർത്താവും ആ ഗണത്തിൽപ്പെട്ടവനാണ് കേട്ടോ. ഭയങ്കര ക്ഷീണമാണ്. വാച്ച് പൊട്ടിയൊന്നും കിട്ടിയിട്ടുണ്ട്. അതെ, ഞങ്ങൾക്ക് സംഭവിച്ചത് ഇതാണ് വാൽപ്പാറയിൽ ഞങ്ങൾക്ക് സംഭവിച്ചത്. ഉറങ്ങിയോ കുട്ടാ? ഒന്ന് ഇതിനെ പറ്റിച്ചിക്കാണ്. ഇത് എപ്പോഴും പോരും. ആരും അപ്പം കൊടുത്തല്ലേ? വീണ്ടും ഞങ്ങൾ കയറുകയാണ്. മഴ പെയ്തു. അപ്പം ഞങ്ങൾ വീണ്ടും അവിടുന്ന് യാത്ര തുടരുകയാണ്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ കുറച്ചും കൂടെ എത്തിയപ്പോഴൊക്കെ മഴ തോർന്നിരുന്നു കേട്ടോ. പിന്നെ അല്ലാതെ ഇടങ്ങാറാക്കാനുള്ള മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ നല്ലൊരു സ്പോട്ട് കണ്ടപ്പോൾ ഇറങ്ങിയതാണ് ഇവിടെ. പൊളി വ്യൂ. ഞങ്ങളിവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി, പക്ഷെ അത് പ്രൈവറ്റ് ഏരിയ ആണ് പറഞ്ഞിട്ട് ഞങ്ങളെ കയറ്റി. ആരെന്ത് പാടിയാലും ബാക്കി പാടാൻ ഇവിടെ റെഡിയാണ്. തിരിച്ച് നേരെ വീട്ടിലേക്ക് പോവാന്ന് വിചാരിച്ചു, പക്ഷെ ഞങ്ങൾ ആതിരപ്പള്ളി വഴി പോകാൻ വിചാരിച്ചിട്ട് വണ്ടി തിരിച്ച്. ഇതുവരെ ഞാൻ ആതിരപ്പള്ളി തന്നെ കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, എനിക്കറിയണ്ടായിരുന്നില്ല അതിരപ്പിള്ളിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അറിയാത്തവരാരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ. കോയമ്പത്തൂരിൽ നിന്ന് ഏകദേശം ഒരു 100 കിലോമീറ്ററും പൊള്ളാച്ചിയിൽ നിന്ന് ഒരു ഏകദേശം 65 കിലോമീറ്ററും ദൂരത്തിലാണ് കേട്ടോ ഈ വാൽപ്പാറയൂറിൻ്റെ ഇത് സ്ഥിതി ചെയ്യണത്. പിന്നെ നമ്മളങ്ങനെ അതിരപ്പള്ളി കൂടെ പോവാൻ ജസ്റ്റ് അങ്ങനെ വഴി തിരിഞ്ഞു പോന്നു. അതപ്പോൾ ഒന്ന് വഴിപടി ഒരു ഡാം കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒന്ന് സൈഡാക്കി നിർത്തി പോരലേ നടക്കുള്ളൂ, കുട്ടികളൊക്കെ ഉള്ളതല്ലേ. എടുത്തു വാങ്ങാം. എന്താ വണ്ടി നിൽക്കാത്ത? ഒന്ന് പൈക്കാം, അങ്ങനെയല്ലോ നല്ല വില ഉണ്ടാവും. സുന്ദരനാണോ അവന്? സുന്ദരൻ സുമുഖനാണ് അവൻ. സുമുഖൻ കാടും മേടും താണ്ടി ഇങ്ങനെ പോരുകയെന്നല്ലാതെ സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇതുവരെ കണ്ടില്ല കേട്ടോ. ഉപ്പിലിട്ടത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ളവരാണിതിൽ. അങ്ങനെയുള്ളതൊക്കെ ഒന്ന് ഇവിടെ വന്നിട്ടാണ് കാണുന്നത് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് മെല്ലെ ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. അപ്പോൾ ഈ വ്ളോഗിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അഭിപ്രായങ്ങളും ഒക്കെ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. ഓക്കെ, താങ്ക് യു.